നമസ്കാരം. +1 ഫോക്കസ് ഏരിയ പോർഷൻസ് മാത്രം പഠിച്ച് A+ വാങ്ങാൻ നിങ്ങളെ സഹായിക്കുന്ന വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രീ ഫോൾ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ വാക്യൂം ഈസ് എ കേസ് ഓഫ് മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സലറേഷൻ, വേരിയബിൾ ആക്സലറേഷൻ, യൂണിഫോം സ്പീഡ്. അതായത് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഒരു ഹൈറ്റിൽ കൊണ്ടുവന്നതിന് ശേഷം അങ്ങ് വിടുകയാണ്. അപ്പോൾ അത് ഫ്രീ ആയിട്ട് താഴോട്ട് വീഴും. അതായത് അത് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇവിടെ ഇൻ വാക്യൂം എന്ന് പറഞ്ഞിരിക്കുന്നത് എയർ ഇല്ല എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുമ്പോൾ എയർ അതിന് മുകളിലേക്ക് ഒരു വിസ്കസ് ഫോഴ്സ് കൊടുക്കും, അതായത് റെസിസ്റ്റൻസ് കൊടുക്കും. ആ റെസിസ്റ്റൻസ് പോലും ഇവിടെ ഇല്ല. ഓക്കെ, അതായത് പെർഫെക്റ്റ്ലി ഫ്രീ ഫോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്ന മോഷൻ അത് ഇനി പറയുന്ന ഏത് മോഷന് എക്സാമ്പിളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിഫോം വെലോസിറ്റി ആണോ, യൂണിഫോം ആക്സിലറേഷൻ ആണോ, വേരിയബിൾ ആക്സിലറേഷൻ ആണോ, യൂണിഫോം സ്പീഡാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീ ഫോളിലുള്ള ഒരു ഒബ്ജക്റ്റ്, സ്വതന്ത്രമായി താഴേക്ക് വീഴുന്ന ഒരു ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷനിലാണ് താഴേക്ക് വീഴുന്നത്. അതിൻ്റെ ആക്സിലറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ഈ വാല്യൂവിനെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് വിളിക്കുകയും അതിന് G എന്നുള്ള സിമ്പൽ കൊടുക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ആൻസർ യൂണിഫോം ആക്സിലറേഷൻ. ഫ്രീ ഫോൾ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ വാക്യൂം ഈസ് എ കേസ് ഓഫ് മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈം റെപ്രസെൻറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുകയാണ്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എങ്ങനെ പോയാലും ശരി, എങ്ങനെ വേണമെങ്കിലും പോവാം. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഡെഫിനിറ്റ് ടൈം എടുക്കുകയാണ്. ഇവിടുത്തെ ടൈം T1, ഇതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ എൻഡിലോ ഉള്ള ഏതെങ്കിലും വേറൊരു ടൈം T2. അപ്പോൾ T1 തൊട്ട് T2 വരെയുള്ള ടൈം ഇൻ്റർവെല്ലിൽ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചാൽ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ, അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ഇൻ്റർവെൽ ഓഫ് ടൈം. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ആക്സിസിൽ 0, 1, 2, 3 അങ്ങനെ പോയിട്ടുണ്ട്. താഴോട്ട് -1, -2, -3 എന്ന് പോയിട്ടുണ്ട്. നമുക്കറിയാം വെലോസിറ്റി പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ഒക്കെ ആവാം. ഓക്കെ, അതുപോലെ ടൈം ആക്സിസിൽ 1, 0, 1, 2, 3, 4 അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് കുറച്ച് ദൂരം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോയിരിക്കുന്നു, അല്ലെ? ഹൊറിസോണ്ടലി സ്ട്രെയിറ്റ് ലൈൻ പോയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വെർട്ടിക്കലി താഴോട്ട് വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ വെർട്ടിക്കലി മേലോട്ട് സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ 0 തൊട്ട് 2 സെക്കൻഡ് വരെയുള്ള ടൈമിൽ ഇതിൻ്റെ വെലോസിറ്റി പോസിറ്റീവാണ്, +4 ആണ്, അല്ലേ? യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണ് നമ്മുടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 4 മീറ്റർ/സെക്കൻഡ് ആണ് 2 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ സെക്കൻഡ് തൊട്ട് 4ാമത്തെ സെക്കൻഡ് വരെ അത്രയും സമയത്തുള്ള വെലോസിറ്റി ഇവിടെ നമ്മളിങ്ങനെ ലൈൻ നോക്കുകയാണെങ്കിൽ -2 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി 4 തൊട്ട് 6 വരെയാണെങ്കിൽ ഇത് ഇത്രയാണ്, അല്ലേ? അതിങ്ങനെ നോക്കുകയാണെങ്കിൽ +2 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഓരോ വാല്യൂസ് നമുക്കവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇതെന്ന് പറയുന്നത് 4 ആണ്, ഇത് -2 ആണ്, ഇത് +2 ആണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഇൻ 6 സെക്കൻഡ് ആർ റെസ്പെക്റ്റീവ്ലി. അതായത് 6 സെക്കൻഡ് കൊണ്ട്, അതായത് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് എൻഡ് ചെയ്യുന്ന പോയിന്റ് വരെയാണ് 6 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും സമയം കൊണ്ട് ഇത് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റും വേണം, ഡിസ്റ്റൻസും വേണം, രണ്ടും ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻസ് നോക്കാതെ തന്നെ ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ആവാം എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ അപ്പർ ഹാഫിലുള്ള വാല്യൂസ് പോസിറ്റീവും ലോവർ ഹാഫിലുള്ള നെഗറ്റീവും എടുക്കണം. ഓക്കെ, ഇനി ഇവിടെ എന്ത് ഗ്രാഫാണ് തന്നിരിക്കുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ഒന്നാമത്തെ പാർട്ട്, ഇത് ഇത്രയും രണ്ടാമത്തെ പാർട്ട്, ഇത് ഇത്രയും മൂന്നാമത്തെ പാർട്ട്, ഇങ്ങനെ 3 പാർട്ടായിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒന്നാമത്തെ പാർട്ടിലുള്ള ഇത്രയും ഏരിയ, ഈ ഷേപ്പ് നോക്കിയാൽ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇതേതാണ് ഷേപ്പ്? റെക്റ്റാങ്കുലർ ഷേപ്പാണ് അല്ലേ? അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ? ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എത്രയാണ്? 2 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ? ഇത് എത്രയാണ്? 4 ആണ്. അപ്പം 4 ഇൻറ്റു 2, അപ്പം 4 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഓക്കെ, 8. ഇത് പോസിറ്റീവ് ഹാഫ് ആയതുകൊണ്ട് നമുക്ക് +8 എന്ന് എടുക്കാം. ഇനി രണ്ടാമത്തെ റീജിയൻ എടുക്കുമ്പോൾ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് 2 തൊട്ട് 4 വരെ അല്ലേ? അപ്പോൾ 4 - 2 എടുത്താൽ ഈ ലെങ്ത് 2 എന്ന് കിട്ടും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഹൈറ്റാണ്, ഈ ഹൈറ്റ് -2 ആണ് അല്ലേ? അപ്പോൾ 4 ഇൻറ്റു -2, 2 ഇൻറ്റു -2, ഇത് 2 അല്ലേ? 2 ഇൻറ്റു -2 ചെയ്യുമ്പോൾ 2 ഇൻറ്റു -2 ചെയ്യുമ്പോൾ നമുക്ക് -4 എന്ന് കിട്ടും. -4 മീറ്റർ എന്ന് കിട്ടും. ഇത് മീറ്ററാണ്, ഇത് മീറ്ററാണ്. ഓക്കെ, ഇത് നെഗറ്റീവ് ഹാഫ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് വെലോസിറ്റി ആയതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് എന്ന് കിട്ടുക. അപ്പോൾ -4. ഇനി മൂന്നാമത്തെ റീജിയൻ എടുക്കാം. മൂന്നാമത്തെ റീജിയൻ എടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫാണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി. ലെങ്ത് എത്രയാണ്? 4 തൊട്ട് 6 വരെ അല്ലേ? അപ്പോൾ 6 - 4 ചെയ്യുമ്പോൾ 2. അപ്പോൾ 2 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് എത്രയാണ്? നമ്മളത് ഇവിടെ നിന്ന് ലിഫ്റ്റിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ 2 എന്ന് കിട്ടും. 2 ഇൻറ്റു 2, അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 4 മീറ്റർ എന്ന് പറയുന്ന മൂന്നാമത്തെ റീജിയൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് S1 എന്നെടുക്കാം, ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് S2 എന്നെടുക്കാം, ഇതിന് S3 എന്നെടുക്കാം. S1, S2, S3. അപ്പോൾ നമുക്ക് മൊത്തം ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് S1ഉം S2ഉം S3യും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിത്ത് പ്രോപ്പർ സൈൻ. കറക്റ്റ് സൈൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്തതുപോലെ 4 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു -2, അതായത് -2 ഇൻറ്റു 2 ചെയ്താലും മതി, പ്ലസ് 2 ഇൻറ്റു 2. അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ ഈ 3 നമ്പേഴ്സൂടെ കൂട്ടിയാൽ മതി അല്ലേ? 8 പ്ലസ് -4 പ്ലസ് 4, അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ 8 മീറ്ററാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷനിലോട്ട് നോക്കുക. ഡിസ്പ്ലേസ്മെൻ്റാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് 8 ആൻസർ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എയും ഡിയും 8 മീറ്ററാണ് അല്ലേ? അപ്പോൾ എയോ ഡിയോ ആണ് ആൻസർ. പക്ഷേ ഡിസ്റ്റൻസും കൂടെ കണ്ടുപിടിച്ചാലേ നമുക്ക് പറയാൻ പറ്റും, കാരണം ഡിസ്റ്റൻസ് രണ്ടിലും ഡിഫറൻ്റ് ആണ്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് മാത്രം നോക്കി ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നാമത്തെ ആൻസർ 8 മാത്രമുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതപ്പോഴേ നമുക്ക് എഴുതാമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള 2 ഓപ്ഷനുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കൂടാതെ ഡിസ്റ്റൻസ് കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഇത് 3 കൂടെ കൂട്ടണം. പക്ഷേ ഇതിൻ്റെ സൈൻ എപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കണം. അതായത് ഇത് +8, ഈ -4 എന്നുള്ളത് +4 ആയിട്ട് എടുക്കുക, ഈ +4 പിന്നെയും +4 ആയിട്ട് എടുക്കുക. അപ്പോൾ 8 + 4 + 4, അപ്പോൾ എത്ര കിട്ടും? 8 × 4 12, 4 16 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ഏരിയ അണ്ടർ സ്പീഡ് ടൈം ഗ്രാഫ്. ഓക്കെ, സ്പീഡ് ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവിടെ നെഗറ്റീവ് ആക്സിസ് ഉണ്ടായിരിക്കത്തില്ല, അതായത് ഇവിടെ നിന്ന് താഴോട്ടുള്ള ഇത്രയും പോർഷൻ ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ റീജിയൻ 2 നേരെ എടുത്ത് തിരിച്ച് മുകളിൽ ഉള്ളതായിട്ട് അസ്യൂം ചെയ്താൽ മതി. എന്തായാലും എങ്ങനെ വെച്ചാലും ഇതിൻ്റെ ഏരിയ മാറില്ലല്ലോ. അപ്പോൾ 8 + 4 + 4 ചെയ്യുമ്പോൾ നമുക്ക് 16 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് 16 മീറ്ററാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 8 മീറ്ററാണ്. അപ്പോൾ 8, 16 വരുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
A body traveling or moving in a straight line travels with the velocity v1 for the first half time and velocity v2 for the second half time. What is the average velocity for the whole journey എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബോഡി, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, സ്ട്രെയിറ്റ് ലൈനാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ വെലോസിറ്റി ഫോർ ദ ഫസ്റ്റ് ഹാഫ് ടൈം സെക്കൻഡ് ഹാഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ടൈം എന്ന് പറഞ്ഞാൽ പകുതി സമയം എന്നാണ് മീനിങ്, അതായത് മൊത്ത സമയത്തിൻ്റെ പകുതി. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, അത് 2 മണിക്കൂർ കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 1 മണിക്കൂറും രണ്ടാമത്തെ 1 മണിക്കൂറും ഓക്കെ, അങ്ങനെ ടൈമിനെ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ഹാഫ് ടൈമിൽ അതിനെ നമുക്ക് T1 എന്നെടുക്കാം. ഓക്കെ, T1 എന്നുള്ള ടൈം എടുക്കാം. ആ T1 സമയത്ത് അതിൻ്റെ വെലോസിറ്റി v1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, v1 വെലോസിറ്റി ഫോർ ദ ഫസ്റ്റ് ഹാഫ് ടൈം ആൻഡ് v2 ഫോർ ദ സെക്കൻഡ് ഹാഫ് ടൈം. T2 സമയം, അതാണ് സെക്കൻഡ് ഹാഫ് ടൈം. അത് എത്രയാണ്? v2 എന്നെടുക്കാം. അത് നമുക്ക് v2 എന്നെടുക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ T1ഉം T2ഉം ഈക്വലാണ്, കാരണം ഹാഫ് ടൈമാണ്. അപ്പോൾ T1ഉം T2ഉം ഈക്വൽ ആയതുകൊണ്ട് TT എന്ന് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഫോർ ദ ഹോൾ ജേണിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. ഓക്കെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് ഫസ്റ്റ് ഹാഫിലെ ഡിസ്പ്ലേസ്മെൻറ്റും സെക്കൻഡ് ഹാഫിലെ ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ കൂട്ടണം. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? v1 ഇൻറ്റു T1 ആയിരിക്കും. ഓക്കെ, ബൈ v ഇൻറ്റു ടിയിൽ ഫസ്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനായിട്ട് 1 കൊടുക്കുക. അപ്പോൾ v1 ഇൻറ്റു T1 എന്ന് എഴുതാം. അപ്പോൾ v1 ഇൻറ്റു T1 പ്ലസ് സെക്കൻഡ് ഹാഫിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതേപോലെ v2 ഇൻറ്റു T2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ v1 T1ഉം v2 T2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയി, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അല്ലെ, ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ T1ഉം T2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം സമയം കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. ഇനി ഈ T1ഉം T2ഉം ഈക്വൽ ആണല്ലോ, അപ്പോൾ നമുക്കിവിടെ T1നും T2നും പകരം T എന്ന് തന്നെ കൊടുക്കാം. 2 ഈക്വലാണ്. ഇവിടെ T1 T2 പകരം T എന്ന് കൊടുക്കാം. ഓക്കെ, T എന്ന് കൊടുക്കാം. അപ്പോൾ v1 ഇൻറ്റു T, v2 ഇൻറ്റു T ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2 എന്നുള്ളത് T പ്ലസ് T എന്ന് എഴുതാം. T പ്ലസ് T. ഓക്കെ, അപ്പോൾ ഇവിടെ T1 എന്ന് T2 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് മിസ്റ്റേക്കാണ്. ഇനി നമ്മുടെ ന്യൂമറേറ്ററിൽ v1 T ഉണ്ട്, v2 T ഉണ്ട്. രണ്ടിന്നും T കോമൺ എടുക്കാം. അല്ലേ, T കോമൺ എടുത്താൽ ബാക്കി ഇവിടെ v1 ഉണ്ട്, ഇവിടെ പ്ലസ് v2 ഉണ്ട്. അപ്പോൾ v1 പ്ലസ് v2 എന്ന് വരും. താഴെ എന്ത് വരും? T പ്ലസ് T കൂട്ടിയാൽ 2T എന്ന് വരും. അല്ലേ, അപ്പോൾ ഈ ടിയും ക്യാൻസലായിപ്പോയി. ബാക്കി v1 പ്ലസ് v2 ബൈ 2 വന്നിട്ട് v1 പ്ലസ് v2 ബൈ 2. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ആൻസർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചാലും 2 സ്റ്റെപ്പല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കുമ്പോൾ ആൻ ഒബ്ജക്റ്റ് ട്രാവൽസ് വിത്ത് എ വെലോസിറ്റി 30 km/h അല്ലെങ്കിൽ 30 m/s ഫോർ ദ ഫസ്റ്റ് ഹാഫ് ആൻഡ് 60 m/s ഫോർ ദ സെക്കൻഡ് ഹാഫ് ടൈം വെച്ചിട്ടാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് ഹാഫ് ടൈം, സെക്കൻഡ് ഹാഫ് ടൈം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ v1 പ്ലസ് v2 ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 30 പ്ലസ് 60 ബൈ 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 എന്ന് കിട്ടും. 45 km/h അല്ലെങ്കിൽ m/s എന്താണോ യൂണിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഹാഫ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഹാഫ് ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ എങ്ങനെ ചെയ്യും? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽസ് ദ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് എ വെലോസിറ്റി v1. അതായത് നമുക്കിവിടെ ഒരു ഡെഫിനറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, 10 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കാം. അതിൽ ആദ്യത്തെ 5 കിലോമീറ്റർ അതായത് ഹാഫ് ഡിസ്റ്റൻസ്, നേരത്തെ ഹാഫ് ടൈം ആയിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പോൾ പറയുന്ന ഹാഫ് ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത് v1 എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്. ഓക്കെ, ഇനി ആൻഡ് ദ സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് v2, രണ്ടാമത്തെ ഹാഫ് ഡിസ്റ്റൻസ് v2 വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ഓക്കെ, ആവറേജ് സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് 2 ഹാഫിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷേ രണ്ടിൻ്റെയും വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്, ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും.
ഓക്കെ, അതേസമയം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ രണ്ട് ഹാഫിലെയും ടൈം സെയിം ആണ്, പക്ഷേ രണ്ടിൻ്റെയും ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, വെലോസിറ്റിയും വെലോസിറ്റി രണ്ടെണ്ണത്തിലും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, ഇവിടെ ടൈം ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തതായി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 objects A and B travel from P to Q through 2 different paths are shown in the figure. അപ്പോൾ രണ്ട് ഒബ്ജക്ട്സ് ഉണ്ട്, എയും ബിയും. അത് രണ്ടും പിയിൽ നിന്ന് ക്യൂവിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ഇതാണ് പി, ഇതാണ് ക്യൂ. അപ്പോൾ പിയിൽ നിന്ന് ക്യൂവിലേക്ക് ബി പോകുന്ന പാത്താണ് ഇവിടെ വരച്ചിരിക്കുന്നത്, എ പോകുന്ന പാത്താണ് ഇങ്ങനെ വളഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് ബോത്ത് എ ആൻഡ് ബി ടേക്സ് the same time interval to travel from P to Q, then which of the following statements are true? ഇനി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ട്രൂ ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പോൾ എ പോയിരിക്കുന്ന പാത്ത് ഒരു വളഞ്ഞ പാത്താണ്, ബി പോയിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ്. മാത്രമല്ല ഇത് രണ്ടും ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ടൈം തന്നെയാണ് ഇവിടത്തെയും സമയം ടി. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസ് ശരിയാണെന്ന് നോക്കാം. എ ആൻഡ് ബി ഹാവ് സെയിം സ്പീഡ്. എക്കും ബിക്കും ഒരേ സ്പീഡാണുള്ളത്. അത് ശരിയാണോ? നമുക്ക് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. എ പോകുന്ന പാത്ത് ലോങ്ങർ പാത്തും ബി പോകുന്നത് ഷോർട്ടർ പാത്താണ്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്, ടൈം സെയിം ആണ്. അപ്പോൾ ടൈം സെയിം ആയിട്ടിരിക്കുമ്പോൾ തന്നെ ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആവുന്നത് കൊണ്ട് ഈ സ്പീഡ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ സ്പീഡ് സെയിം അല്ല. ഓക്കെ, രണ്ട് ഒബ്ജക്റ്റ് രണ്ട് ഡിഫറെൻറ്റ് പാത്തിലൂടെ പോകുന്നു. ഒരെണ്ണത്തിൻ്റെ പാത്തിൻ്റെ ലെങ്ത് കുറവും മറ്റേതിൻ്റെത് കൂടുതലുമാണെങ്കിൽ സ്പീഡ് സെയിം ആയിരിക്കത്തില്ല. അപ്പോൾ ഈ എ ഓപ്ഷൻ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇനി ബി ഓപ്ഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ ആൻഡ് ബി ഹാവ് സെയിം വെലോസിറ്റി. എക്കും ബിക്കും വെലോസിറ്റി സെയിം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെലോസിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പോകുന്ന ഡയറക്ഷൻ ഈ പാത്തിൽ ഏതൊരു പോയിന്റ് വെച്ചും ചേഞ്ച് ചെയ്യുന്നില്ല, ഒരേ ഡയറക്ഷനിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? സ്ട്രൈറ്റ് ലൈനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം എ പോകുന്നതാണെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇൻസ്റ്റൻറ്റ് എടുത്താൽ ഇവിടുത്തെ ഡയറക്ഷൻ കിട്ടാനായിട്ട് നമ്മളിതിൻ്റെ ടാൻജൻറ്റ് വരച്ചാൽ മതി. അപ്പോൾ ഇങ്ങോട്ടാണ് ഈ പോയിന്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും, ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും, ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാവും അല്ലേ? അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താണ് എ പോകുന്നത്. അപ്പോൾ വെലോസിറ്റി സെയിം അല്ല. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കണം. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരുന്നാൽ മാത്രമേ വെലോസിറ്റി സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എക്കും ബിക്കും സെയിം വെലോസിറ്റി ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി സി നോക്കാം. എ ആൻഡ് ബി ഹാവ് സെയിം ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ എയും ബിയും ഒരേ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരേ പോയിന്റിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അത് എക്കും ബിക്കും ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയിരിക്കും, ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ടൈമും കൂടെ സെയിം ആണ് അല്ലേ? ടൈം ഇവിടെ ടേക്ക് ദ സെയിം ടൈം ഇൻ്റർവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈമും സെയിം ആണ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആയതുകൊണ്ട് ആവറേജ് വെലോസിറ്റി ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി ഹാവ് സെയിം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസ് ശരിയാണ്. ഓക്കെ, ഇനി ഓപ്ഷൻ ഡി നോക്കാം. ദ സ്പീഡ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി. എയുടെ സ്പീഡ് ബിയെക്കാളും കൂടുതലാണ്. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് അല്ലേ? അപ്പോൾ ടൈം സെയിം ആണ് രണ്ടിലും, പക്ഷേ ഡിസ്റ്റൻസ് ന്യൂമറേറ്ററിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ കൂടണമെങ്കിൽ ഒന്നുകിൽ ന്യൂമറേറ്ററിൻ്റെ വാല്യൂ കൂടണം, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയണം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ കൂടുതലുള്ളതിനായിരിക്കും കൂടിയ വാല്യൂ ഉള്ളത് അല്ലേ? അപ്പോൾ വെലോസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ കൂടിയിരിക്കണം. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടിയതിനായിരിക്കും സ്പീഡ് കൂടുതലുള്ളത്. ഡിസ്റ്റൻസ് ആർക്കാണ് കൂടുതൽ? എക്കായാലും ഡിസ്റ്റൻസ് കൂടുതൽ. നമുക്കറിയാം ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നതിനേക്കാളും ഡിസ്റ്റൻസ് കൂടുതലാണ് ഇങ്ങനെ വളഞ്ഞ വഴി കൂടെ പോകാൻ. അപ്പോൾ എയുടെ ഡിസ്റ്റൻസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡും കൂടുതലാണ്. അപ്പോൾ സ്പീഡ് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇനി ദ സ്പീഡ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ, ഇത് നേരെ തിരിച്ചു പറഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ തെറ്റാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ സിയും ഡിയും ശരിയായിട്ടുള്ള ആൻസേഴ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആൻസർ ഒരെണ്ണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അത് തെറ്റാണ്. സിയും ഡിയും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ആക്സിലറേഷൻ ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ ഡാഷ്. ആക്സിലറേഷൻ, ഒരു മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ആക്സിലറേഷൻ നമുക്കിനി പറയുന്ന ഏത് ഓപ്ഷൻസിന് ഈക്വൽ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഗ്രേഡിയൻറ്റ് ഓഫ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്നാണ് മീനിങ്. ഓക്കെ, സ്ലോപ്പ് എന്ന് പറയുന്നതാണ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് ഇപ്പോൾ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഒരു ലൈൻ വരച്ചതിന് ശേഷം ആ ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാകുന്ന ആംഗിള് തീറ്റയാണെങ്കിൽ ഈ ലൈനിൻ്റെ, ഇതാണല്ലോ എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഈ എടുത്തിരിക്കുന്ന നമ്മുടെ ലൈൻ. ഓക്കെ, ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ടുണ്ടാകുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ ആയിരിക്കും. ഓക്കെ, ടാൻ തീറ്റ. ഇപ്പോൾ നിങ്ങൾക്ക് 30 ഡിഗ്രി എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ടാൻ 30 അടിച്ചു പോകുക, അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കിട്ടും. 45 ആണെങ്കിൽ ടാൻ 45 അടിച്ചു പോകുക. അപ്പോൾ അതാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി. ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, നമ്മൾ ഈ ലൈനിലെ 2 പോയിൻറ്റ്സ് എടുക്കുക. ഈ ഒരു പോയിൻ്റ് എടുത്തു, ഈ ഒരു പോയിൻ്റ് എടുത്തു. ഇനി നമ്മളിവിടെ എക്സ് ആക്സിസ് മാത്രമേ വരച്ചിട്ടുള്ളൂ, വൈ ആക്സിസും കൂടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ എക്സും വൈ ആക്സിസ് വരച്ചിട്ട് നമ്മൾ എടുത്ത 2 പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ലൈൻസ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസ്, ഇത് വൈ ആക്സിസ്. അപ്പോൾ വൈ ആക്സിസിലേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റും കിട്ടും, ഈ ഒരു പോയിൻറ്റും കിട്ടും. എക്സ് ആക്സിസിൽ ഈ 2 പോയിൻറ്റുകൾ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസും കണ്ടെത്തുക. ഓക്കെ, ഒരു ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ നമുക്ക് ആ ഗ്രാഫ് പേപ്പറിലെ മാർക്കിങ്സ് നോക്കിയിട്ട് നമുക്ക് ഈ 2 പോയിൻറ്റ്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെങ്തും കിട്ടി, ഈ ലെങ്തും കിട്ടി. ഇനി ഇവിടുത്തെ വൈ ഡിസ്റ്റൻസ്, ഓക്കെ, വൈയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെൽറ്റ വൈ എന്ന് നമുക്ക് എടുക്കാം. എക്സിലുള്ളത് ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ സ്ലോപ്പ് കിട്ടാനായിട്ട് ഡെൽറ്റ വൈ എ ഡെൽറ്റ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ സ്ലോപ്പിന് നമുക്ക് 2 ഇക്വേഷൻസ് ആണുള്ളത്. ഒന്നുകിൽ ടാൻ തീറ്റ എടുക്കുക, അല്ലെങ്കിൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളത് പഠിച്ചിട്ടുള്ള തിയറിയാണ്. ആക്സിലറേഷൻ ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻറ്റ് ഓഫ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ കിട്ടും എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റിയാണ്. വെലോസിറ്റി, ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കുക. വെലോസിറ്റിയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിന് ഈക്വൽ. ഓക്കെ, ഓപ്ഷൻ ബി എന്താണ്? ഗ്രേഡിയൻറ്റ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ കിട്ടുന്നത് ആക്സിലറേഷൻ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആണ് ശരിയായിട്ടുള്ള ആൻസർ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കാം. ഏരിയ ബിലോ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി സ്പീഡ് ടൈം ഗ്രാഫ്. ഏരിയ ബിലോ സ്പീഡ് ടൈം ഗ്രാഫ്. സ്പീഡ് ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ അത് കണ്ടുപിടിച്ചാൽ നമുക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, അടുത്തത് ഏരിയ ബിലോ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടത്തില്ല. ഇനി ഏരിയ ബിലോ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസിൽ നമുക്ക് ശരിയായിട്ടുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷനാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ആക്സിലറേഷൻ കിട്ടാനായിട്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് കംസ് ബാക്ക്. നമ്മൾ ഒരു ബോൾ മുകളിലേക്ക് എറിയുകയാണ്. അപ്പോൾ അത് മുകളിലേക്ക് പോയി ഒരു ഹൈറ്റ് വരെ എത്തിയതിന് ശേഷം തിരിച്ച് താഴോട്ട് വരും, അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് റെപ്രസെൻറ്റ്സ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ദ ബോൾ ഡ്യൂറിങ് ഇറ്റ്സ് ഫ്ലൈറ്റ്. ഇനി പറയുന്ന ഗ്രാഫുകളിൽ ഏതാണ് നമ്മൾ ഈ എടുത്തെറിഞ്ഞ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിനെ കാണിച്ചു തരുന്നത്?
ശരിയായിട്ടുള്ള ഗ്രാഫ് ഏതാണ്, അതാണ് ചോദ്യം. അപ്പോൾ നമ്മളൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുന്നു, അല്ലെങ്കിൽ ഒരു പന്തെടുത്ത് മുകളിലേക്ക് എറിയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഗ്രൗണ്ട്. ഓക്കെ, ഇത് തറയാണ്. ഇവിടെ നിന്ന് നമ്മളൊരു ബോൾ എടുത്തിട്ട് മുകളിലേക്ക് എറിയാണ്. അപ്പോൾ മുകളിലോട്ട് എറിയുമ്പം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് മുകളിലോട്ടുള്ള പോസിറ്റീവാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ മുകളിലോട്ട് പോകുന്നത് പോസിറ്റീവ് വെലോസിറ്റിയാണ്. അപ്പം നമ്മൾ കയ്യിൽ നിന്ന് കല്ല് എറിയുന്ന സമയത്താണ് അതിന് ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത്. ഓക്കെ, അത് മുകളിലോട്ട് പോകുന്തോറും അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് ഒരു പ്രത്യേക ഹൈറ്റിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് മാറും. അപ്പോൾ മുകളിലോട്ട് പോകുന്തോറും വെലോസിറ്റി കുറഞ്ഞ് 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ ഒരു ഹൈറ്റ് വരെ എത്തിയിട്ട് അതിൻ്റെ വെലോസിറ്റി 0 ആവുന്നു. പിന്നെ അത് തിരിച്ച് താഴോട്ട് വരാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. താഴോട്ട് വരുമ്പോൾ 0-ൽ നിന്ന് വെലോസിറ്റി പിന്നെ കൂടിയാണ് വരുന്നത് അല്ലേ. താഴോട്ട് വരുന്നതോറും വെലോസിറ്റി കൂടി വരും. പക്ഷേ അത് താഴോട്ടാണ്, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അത് നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കണം. നെഗറ്റീവ് ആയിരിക്കും അതിൻ്റെ സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ മുകളിലോട്ട് എറിയുമ്പോൾ പോസിറ്റീവ്, താഴോട്ട് വരുമ്പോൾ നെഗറ്റീവ്, ഏറ്റവും ടോപ്പിൽ 0. ഇത് മൂന്നും കാണിച്ചു തരുന്ന ഗ്രാഫ് ഏതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഈ ഗ്രാഫാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ മുകളിലോട്ട് എറിയുന്ന സമയത്ത് ഇനിഷ്യൽ വെലോസിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പോസിറ്റീവാണ് അല്ലേ. മുകളിലോട്ട് ഈ ഗ്രാഫിൻ്റെ അപ്പർ ഹാഫ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വെലോസിറ്റിയാണ്. പോസിറ്റീവ് വെലോസിറ്റി കുറഞ്ഞ് 0 ആവുന്നു. ഓക്കെ, ഇത് ടോപ്പിലെ പോയിൻ്റാണ്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ അത് കൂടുകയാണ്. പക്ഷേ കൂടുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലാണ്. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടി ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റ് വരെ ഇതിങ്ങനെ താഴോട്ട് പോകും. ഇവിടെ അത്രയും കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുവരെ പോകും. അപ്പോൾ ഈ ഗ്രാഫ് ഇതുവരെ നീട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, മുകളിലേക്ക് എറിയുന്ന കല്ല് മുകളിലോട്ട് പോകും തോറും അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് വരും, തിരിച്ച് താഴോട്ട് വെലോസിറ്റി കൂടി വരും. ഈ രണ്ട് മോഷനും യൂണിഫോം ആക്സിലറേഷനാണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈമിൽ ഈക്വലായിട്ടാണ് കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് ആയിരിക്കും. ഇതാ നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ മുകളിലോട്ട് പോകുന്ന പോസിറ്റീവായിട്ടും താഴോട്ട് വരുന്ന നെഗറ്റീവായിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് സ്ട്രൈറ്റ് ലൈനുമാണ്, പക്ഷേ അതിനൊരു സ്ലോപ്പ് ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഗ്രാഫ് തെറ്റായത്. ഓക്കെ, മറ്റ് ഗ്രാഫുകൾ കാര്യം നമുക്ക് സിമ്പിളായിട്ട് തന്നെ തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, സ്ലോപ്പ് ഉണ്ടായിരിക്കും. ആദ്യത്തെ മോഷൻ, അതായത് ഫസ്റ്റ് ഹാഫിലെ മോഷൻ പോസിറ്റീവ് ഡയറക്ഷനിലും സെക്കൻഡ് ഹാഫ് മോഷൻ നെഗറ്റീവ് ഡയറക്ഷനിലും ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The magnitude of average velocity is equal to average speed. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആവറേജ് സ്പീഡിന് ഈക്വൽ ആണ്. ഓക്കെ, സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ഓക്കെ, ഇനി ഇൻ വിച്ച് കേസ് ദിസ് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. ഏത് കണ്ടീഷനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സാറ്റിസ്ഫൈ ആവുന്നത്, എപ്പോഴാണ് ഇത് ശരിയാവുന്നത്? അതായത് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? ഓക്കെ, ഈ ആൻസർ നിങ്ങൾ പഠിച്ചു ചെയ്യുക. ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. പാർട്ടിക്കിൾ എങ്ങനെ മൂവ് ചെയ്യണം? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, എന്താണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കൂടുന്നുമില്ല കുറയുന്നുമില്ല. അതായത് വെലോസിറ്റിക്ക് ഒരു ചേഞ്ചും ഇല്ല. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് കൂടാതെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറാൻ പാടില്ല, ഡയറക്ഷനും മാറാൻ പാടില്ല. അപ്പോൾ ഡയറക്ഷൻ മാറാതെ മൂവ് ചെയ്യണമെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്നതിനെയാണ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും, സ്പീഡ് കൂടുന്നില്ല കുറയുന്നില്ല. ഈ കണ്ടീഷനിൽ മാത്രമാണ് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആവുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ആൻസർ നിങ്ങൾ പഠിച്ചു ചെയ്യുക. കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു ഡ്രോ ഇഫ് ദ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും ഈക്വൽ ആവുന്ന കണ്ടീഷൻ ഏതെന്നാണ് ചോദിച്ചത് അല്ലേ. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റിയും
ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും എപ്പോഴാണ് ഈക്വൽ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് രണ്ട് ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. രണ്ടിൻ്റെ ആൻസർ സെയിം ആണ് അല്ലേ? കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈക്വൽ ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിയാണ്. അതായത് ഒരു സെക്കൻഡ്, നമ്മളൊരു നിമിഷത്തേക്കുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അത് ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആവണമെങ്കിൽ അത് പാർട്ടിക്കിൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമാണ് ഈക്വൽ ആവുന്നത്. ക്വസ്റ്റ്യൻ ഡിഫറൻ്റ് ആണ്, ആൻസർ സെയിം ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പീഡ് ടൈം ഗ്രാഫ് ഈസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് ടൈം ഗ്രാഫാണ്. സ്പീഡ് ടൈം ഗ്രാഫ് എന്നൊരു ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത് വരയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ സ്പീഡ് ടൈം നമ്മൾ പഠിച്ചതെല്ലാം വെലോസിറ്റി ടൈം ഗ്രാഫുകളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്പീഡും ടൈമുമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പോസിബിൾ ആണോ? ഇത് പോസിബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു സംശയം വരും, ഇത് എന്തുകൊണ്ട് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് പോസിബിൾ ആവാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം ഇതിനകത്തുണ്ടോ എന്ന് കണ്ടെത്തണം. ഓക്കെ, നോർമലി ഒരു ഗ്രാഫ് തന്നാൽ അത് പോസിബിൾ ആവാം. ഓക്കെ, പോസിബിൾ അല്ലാതെ ഇരിക്കാം. അപ്പോൾ ഇത് പോസിബിൾ ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ വശങ്ങളും പരിശോധിക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്ത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ സ്പീഡ് അപ്പർ ഹാഫിലാണ് അല്ലേ? ഇനി ഇവിടം വരെ സ്പീഡ് ലോവർ ഹാഫിലാണ്, അതായത് സ്പീഡ് നെഗറ്റീവ് ആവുകയാണ് അല്ലേ? നമുക്കറിയാം സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. വെലോസിറ്റി നെഗറ്റീവ് ആവാം, സീറോ ആവാം, പോസിറ്റീവ് ആവാം. പക്ഷേ സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. കാരണം എന്താണ്? ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവാത്തതുകൊണ്ടാണ്. ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ സ്പീഡ് കിട്ടുന്നത്. അതിൽ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല, അതുകൊണ്ട് തന്നെ സ്പീഡ് നെഗറ്റീവ് ആവില്ല. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. സോ നോട്ട് പോസിബിൾ അല്ലേ? ദിസ് ഗ്രാഫ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. സ്പീഡ് നെഗറ്റീവ് ആവത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ക്യാൻ നെവർ നെഗറ്റീവ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആവാത്തത്? അത് നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു അല്ലേ? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് പെർ യൂണിറ്റ് ടൈം. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സിൻസ് ഡിസ്റ്റൻസ് കനോട്ട് ബി നെഗറ്റീവ്, സ്പീഡ് കനോട്ട് ബി നെഗറ്റീവ്. ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവില്ല, അതുകൊണ്ട് സ്പീഡ് നെഗറ്റീവ് ആവില്ല അല്ലേ? നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വാല്യൂ നെഗറ്റീവ് ആവണമെങ്കിൽ ഒന്നുകിൽ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവണം, അല്ലെങ്കിൽ ടൈം നെഗറ്റീവ് ആവണം. നമുക്കറിയാം സമയം ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല. സമയം എപ്പോഴും മുന്നോട്ട് മാത്രമേ പോകൂ, സമയം ഒരിക്കലും പിന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ടൈം നെഗറ്റീവ് ആവില്ല. പിന്നെ പോസിബിലിറ്റി ഉള്ളത് ഡിസ്റ്റൻസിനാണ്. ഡിസ്റ്റൻസ് നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. ഡിസ്റ്റൻസും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ടൈമും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് സ്പീഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു പോസിറ്റീവ് നമ്പറിനെ മറ്റൊരു പോസിറ്റീവ് നമ്പറും ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് നമ്പറേ കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ബി ഇൻ എ ഡയറക്ഷൻ ആൻഡ് എ ഡയറക്ഷൻ അതർ ദാൻ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ? ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ, ഇനി പറയാൻ പോകുന്ന കാര്യം പറ്റുന്നതാണോ, അതായത് പോസിബിൾ ആണോ? ഈ പറയാൻ പോകുന്ന കാര്യം പോസിബിൾ ആണോ? എന്താണ് കാര്യം? വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ബി ഇൻ എ ഡയറക്ഷൻ അതർ ദാൻ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. അതായത് ആക്സിലറേഷൻ്റെ ഡയറക്ഷനിലല്ലാതെ ഒരു ഒബ്ജക്റ്റിന് വെലോസിറ്റി ഉണ്ടായിരിക്കാൻ സാധ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ആകെ ഒരൊറ്റ ഒബ്ജക്റ്റേ ഉള്ളൂ. ഈ ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങോട്ടാണോ പോകുന്നത് അതാണ് ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, അതേസമയം ആ ഡയറക്ഷനിലല്ലാതെ ആ ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോസിബിൾ ആണ്. ഓക്കെ, അത് നമുക്ക് 1-2 എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ നമുക്ക് നോക്കാം. ഇഫ് യെസ് ഗിവ് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, എ ബോഡി മൂവിങ് വിത്ത് ഡിക്രീസിങ് വെലോസിറ്റി. ഒരു ബോഡി മൂവ് ചെയ്യാണ്, അതിൻ്റെ വെലോസിറ്റി ഡിക്രീസിങ് ആണ്. അതായത് ഈ ബോഡി ഇങ്ങനെ പോവുകയാണ്, സ്ട്രെയിറ്റ് ലൈനിൽ റൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങോട്ടാണോ പോകുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റി റൈറ്റിലോട്ടാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റൈറ്റിലോട്ടായതുകൊണ്ട് വെലോസിറ്റി റൈറ്റിലോട്ടാണ്. ഓക്കെ, പക്ഷേ ഈ വെലോസിറ്റി
കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അതായത് ഇവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിന് 10 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് നടുക്ക് ഈ ഒരു പോയിന്റ് എത്തിയപ്പം കുറഞ്ഞ് 8 മീറ്റർ പെർ സെക്കൻഡായി. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അത് കുറഞ്ഞ് 6 ആയി. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. ഓക്കെ, പക്ഷേ വെലോസിറ്റി ഡയറക്ഷൻ വലതോട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ആക്സലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റും എടുത്തിട്ട് ആക്സലറേഷൻ കണ്ടുപിടിച്ച് നോക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി എന്നാണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ 8 ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ 10. അപ്പോൾ 8 മൈനസ് 10 ബൈ ടൈം. ഇതിനടുത്ത ടൈം നമുക്കൊരു 2 സെക്കൻഡായിട്ട് എടുക്കാം. ഓക്കെ, 2 സെക്കൻഡായിട്ട് എടുക്കാം. അപ്പോൾ ബൈ 2 ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ 8 മൈനസ് 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? -2 എന്ന് കിട്ടും അല്ലേ. -2 ബൈ 2. -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ -1 എന്ന് കിട്ടും. -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ -1 എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇത് എങ്ങോട്ടാണോ പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഡയറക്ഷൻ എന്നല്ലേ മൈനസിൻ്റെ മീനിങ്. നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ്. ഇത് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആക്സലറേഷൻ ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇവിടെ ആക്സലറേഷൻ ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ വെലോസിറ്റി റൈറ്റിലോട്ടും ആക്സലറേഷൻ ലെഫ്റ്റിലോട്ടുമാണ് ഫോർ എ ബോഡി മൂവിങ് വിത്ത് ഡിക്രീസിങ് വെലോസിറ്റി. ഡിക്രീസിങ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡീസിലറേറ്റിംഗ് മോഷൻ എന്നാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സലറേഷൻ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ മോഷനിലാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സർക്കുലാർ മോഷനിലാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ സർക്കുലാർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പോൾ ഇതാ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻ്റ് എടുത്താൽ ഇതാ ഈ ഒരു ഇൻസ്റ്റൻ്റ് എടുക്കുകയാണ്, ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റിലെ വെലോസിറ്റി എങ്ങോട്ടാണ്? ഈ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ആ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് ഇതിൻ്റെ വെലോസിറ്റി ഡയറക്ഷൻ. പക്ഷേ ഇതിൻ്റെ ആക്സലറേഷൻ ഇതിൻ്റെ സെൻറ്ററിലേക്കായിരിക്കും. അതിനെയാണ് നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ആക്സലറേഷൻ സെൻറ്ററിലോട്ടും വെലോസിറ്റി ടാൻജൻഷ്യലുമായിട്ടാണ്. വെലോസിറ്റിയും ആക്സലറേഷനും ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ കിട്ടി അല്ലേ. അപ്പോൾ വെലോസിറ്റിയും ആക്സലറേഷൻ 2 ഡയറക്ഷനിലാവാം. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ മറ്റൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഇത് എഴുതുകയാണെങ്കിൽ ഫോർ എ ബോഡി ഇൻ യൂണിഫോം സർക്കുലാർ മോഷനിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഈസ് അലോങ് ദ ടാൻജൻറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ ഈസ് അലോങ് ദ റേഡിയസിന് അലോങ് ആയിട്ടായിരിക്കും അതിൻ്റെ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ, ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും അതിൻ്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ എഴുതാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ആൻഡ് ഒരു ഇറുമ്പ് അല്ലേ, ഒരു ഉറുമ്പ് ഈസ് മൂവിങ് ത്രൂ എ ഗ്രാഫ് പേപ്പർ എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിൽ കൂടെ മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് മോഷൻ ഇൻ വൺ ഡയമെൻഷനാണ്, അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത്? എ ബോയ് ഒബ്സർവ്സ് ദാറ്റ് ആൻഡ് കവേഴ്സ് 1 millimeter ഇൻ എവറി സെക്കൻഡ്. ഓരോ സെക്കൻഡിലും ആ ഉറുമ്പ് 1 millimeter ഡിസ്റ്റൻസാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വളരെ സ്ലോയിലാണ് പോകുന്നത്. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ദിസ്? ഓക്കെ, ഓരോ സെക്കൻഡിലും 1 millimeter, അടുത്ത സെക്കൻഡിലും 1 millimeter, അടുത്ത സെക്കൻഡിലും 1 millimeter. അതായത് ദ ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വലായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് എങ്ങനെ പറയാൻ പറ്റും? യൂണിഫോം മോഷനിലാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് എഴുതേണ്ടത്? ഇത് ഏത് ടൈപ്പ് മോഷനാണ്? യൂണിഫോം മോഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ഏത് എഴുതിയാലും ശരിയാണ്. തീർന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വെൻ ദ ബോയ് ഈസ് ഇൻ സ്കൂൾ ബസ്. ഈ ബോയ് അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം സ്കൂൾ ബസ്സിൽ കയറി. ഓക്കെ, ഹി ഒബ്സർവ് ദ സ്പീഡോമീറ്റർ ഓഫ് ദ ബസ്. അവന് ഡ്രൈവറിൻ്റെ ക്യാബിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു സ്പീഡോമീറ്റർ എന്ന് പറയുന്നൊരു മീറ്റർ ഇരിപ്പുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബസ്സിലായാലും ബൈക്കിലായാലും കാറിലായാലും ഒക്കെ നിങ്ങൾക്ക് സ്പീഡോമീറ്റർ എന്ന് പറയുന്നൊരു ഡിവൈസ് കാണാൻ പറ്റും, ഫ്രണ്ടിൽ ഡാഷ് ബോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത് എന്നുള്ളത് കാണിക്കും. വണ്ടി നിർത്തിയിട്ടേക്കുമ്പോൾ അത് 0-ലായിരിക്കും നിൽക്കുന്നത്. വണ്ടി മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് 5, 10, 15, 20 എന്നും പറഞ്ഞ് ഇങ്ങനെ കയറി പോകും. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ അത് കുറഞ്ഞ് 30, 20, 10, 5, 0 എന്നിങ്ങനെ വന്ന് നിൽക്കും. ഓക്കെ,
അപ്പോൾ ഈ കാണിക്കുന്ന മീറ്റർ, അതായത് സ്പീഡോമീറ്റർ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സ്പീഡ് ഈസ് ഒബ്സർവ്ഡ് ബൈ ദ സ്പീഡോമീറ്റർ. നമുക്ക് ഈ സ്പീഡോമീറ്ററിൽ ഏത് സ്പീഡാണ് കാണാൻ പറ്റുന്നത്? ഏത് സ്പീഡാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ പറയുന്ന സ്പീഡാണോ, അതോ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണോ, അതോ ആവറേജ് സ്പീഡാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കൃത്യമായി ഓർത്ത് വെച്ചേക്കുക, ഏതൊരു വണ്ടിയുടെയും സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെ ഇക്വേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെ നമുക്ക് വി ഇൻസ്റ്റൻറ്റേനിയസ് സഫിക്സിൽ കൊടുത്തിട്ട് വി ഇൻസ്റ്റൻ്റ് എന്ന് എഴുതിയാലും മതി. ഈസ് ഈക്വൽ ടു എന്താണ്, എങ്ങനെയാണ് എഴുതുന്നത്? ലിമിറ്റ് LIM. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഇങ്ങനെ എഴുതുക. ഓക്കെ, ലിമിറ്റ് എന്ന് എഴുതിയിട്ട് ഡെൽറ്റ ടി ഒരു ആരോ ഇട്ടിട്ട് 0 എന്ന് കൊടുക്കുക. ഇത് വായിക്കേണ്ടത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, തീർന്നില്ല, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇത്ര എഴുതുമ്പോഴാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിൻ്റെ ഇക്വേഷൻ ആവുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇങ്ങനെ എഴുതിയതിൻ്റെ മീനിങ് ഇത്രേ ഉള്ളൂ. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈമാണ്. അത് എന്തിൻ്റെ ഇക്വേഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റി ആണ്, നമുക്കറിയാം. പക്ഷേ ഇവിടെ ഒരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അതായത് ഈ ഡെൽറ്റ ടിയുടെ വാല്യൂ 0യോടുകൂടി ടെൻഡ് ചെയ്യണം, 0യുടെ അടുത്തേക്ക് ടെൻഡ് ചെയ്യണം. അതായത് ഡെൽറ്റ ടി വളരെ ചെറുതാവണം. 0യുടെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 0.0001 എന്നുള്ള വാല്യൂവിനോട് അടുത്തോട്ടിരിക്കണം. അപ്പോൾ ഡെൽറ്റ ടി വളരെ ചെറുതാവുമ്പോൾ ഇത് വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെൽ കണ്ടുപിടിക്കുന്ന വാല്യൂ ആയിട്ട് മാറും. ചെറിയ ടൈം ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻസ്റ്റൻറ്റ്, ഒരൊറ്റ നിമിഷത്തേക്ക് കണ്ടുപിടിക്കുന്ന വാല്യൂ. ഓക്കെ, ഒരൊറ്റ നിമിഷത്തെ വെലോസിറ്റിയാണ് നമ്മൾ വിളിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അതാണ് നമുക്ക് ഈ സ്പീഡോമീറ്ററിൽ കാണിച്ചു തരുന്നത്. സ്പീഡോമീറ്റർ നമുക്കറിയാം ഓരോ സെക്കൻഡിലും അത് മാറിക്കൊണ്ടേയിരിക്കും. ആ സെക്കൻഡിൽ നമ്മൾ പോകുന്ന വെലോസിറ്റി എത്രയാണോ അതാണ് ഈ സ്പീഡോമീറ്റർ കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ സ്പീഡോമീറ്റർ എന്തിനുള്ള ഡിവൈസാണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് കണ്ടുപിടിച്ച് തരുന്ന ഡിവൈസാണ് സ്പീഡോമീറ്റർ. ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാലും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം, ശരിയാണ്. ഓക്കെ, അത് രണ്ടും കൂടെ ഓപ്ഷനിൽ വരത്തില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കുറേ ഗ്രാഫുകൾ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫുകൾ ഈ പറയുന്നതിൽ ഏത് ഓപ്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നു എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ വൈ ആക്സിസിലെ ആക്സലറേഷനും എക്സ് ആക്സിസിലെ ടൈമാണ് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇത് ആക്സലറേഷൻ ടൈം ഗ്രാഫാണ്. ഓക്കെ, ഈ ആക്സലറേഷൻ്റെ വാല്യൂ ഗ്രാഫ് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഈ വാല്യൂ കൂടുന്നുമില്ല കുറയുന്നുമില്ല. ഓക്കെ, ആക്സലറേഷൻ ടൈം കൂടുന്നതിനനുസരിച്ച് ആക്സലറേഷൻ ഈ വാല്യൂ ഒരു 5 ആണെന്ന് വിചാരിക്കുക, 5 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 5 എന്നുള്ള വാല്യൂ ഇവിടെ കൂടുന്നുമില്ല കുറയുന്നുമില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ യൂണിഫോം ആണ് എന്നാണ്. എന്ത് യൂണിഫോം ആണ്? ആക്സലറേഷൻ യൂണിഫോം ആണ്. അപ്പോൾ ഇത് എന്തിൻ്റെ ഗ്രാഫാണ്? യൂണിഫോം ആക്സലറേഷൻ്റെ ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് മാച്ച് ചെയ്ത് വയ്ക്കാം. ഇത് യൂണിഫോം ആക്സലറേഷൻ്റെ ഗ്രാഫാണ്. ഇത് എ, അല്ലേ? എയുടെ ഗ്രാഫ്, അല്ലെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ വരച്ച് വെച്ചാലും. ഓക്കെ, യൂണിഫോം ആക്സലറേഷൻ്റെ ഗ്രാഫാണ് ഈ ഒന്നാമത് തന്നിരിക്കുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ ഗ്രാഫ് നോക്കാം. ഇവിടെ എക്സ് ടി ഇത് രണ്ടാണ് വന്നിരിക്കുന്നത്, അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ ഇത് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇതിനോട് കൂടി ചേർത്ത് നമുക്കിത് ഈ ഓപ്ഷൻ ഡിയും കൂടെ നോക്കാം. ഇവിടെയും അതിന് സിമിലറാണ്, പക്ഷേ ഇത് ഇങ്ങനെ പോവുകയാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഗ്രാഫ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലോപ്പ് ആദ്യം ഇങ്ങനെ ഹൊറിസോണ്ടലായിരുന്നു, അല്ലേ? ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 0 ആണ്. അത് ഇങ്ങനെ വരും തോറും കൂടിയാണ് പോകുന്നത്. ഇങ്ങോട്ട് വെർട്ടിക്കലായി മാറും തോറും അതിൻ്റെ സ്ലോപ്പ് കൂടിയാണ് പോകുന്നത്. അതേസമയം ഈ ഗ്രാഫിലാണ് ഇതിൻ്റെ ആദ്യത്തെ സ്ലോപ്പ് ഇങ്ങനെ വെർട്ടിക്കലായിരുന്നു, അതായത് മാക്സിമം സ്ലോപ്പായിരുന്നു. ഇങ്ങോട്ട് പോകും തോറും ഇത് ഹൊറിസോണ്ടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൊറിസോണ്ടലായി മാറുന്നു എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇവിടെ സ്ലോപ്പ് കൂടി പോകുന്നു, ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇത് എക്സ് ടി ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്നാണ് മീനിങ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇവിടെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞു വരുന്നു എന്നാണ്. ഇവിടെ സ്ലോപ്പ് കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടി വരുന്നു എന്നാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ വെലോസിറ്റി കുറഞ്ഞു വരുന്നു, ഇവിടെ വെലോസിറ്റി കൂടി വരുന്നു. വെലോസിറ്റി കുറഞ്ഞു വരുന്ന മോഷനെ നമ്മൾ വിളിക്കുന്നത് റിട്ടാർഡേഷൻ എന്നാണ്, അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ എന്ന് വിളിക്കും. വെലോസിറ്റി കൂടി വരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ആക്സിലറേറ്റഡ് മോഷൻ എന്നാണ്. അപ്പോൾ ഈ ഗ്രാഫ് റിട്ടാർഡഡ് മോഷൻ്റെ ഗ്രാഫാണ്. അത് അപ്പോൾ ഇങ്ങനെ മാച്ച് ചെയ്യുക, റിട്ടാർഡഡ് മോഷൻ. ഓക്കെ, അതേപോലെ ഈ ഗ്രാഫ് ആക്സിലറേറ്റഡ് മോഷനാണ്. ആക്സിലറേറ്റഡ് മോഷൻ ഓപ്ഷൻ എയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് റിട്ടാർഡഡ് മോഷനാണ്, ഇത് ആക്സിലറേറ്റഡ് മോഷനാണ്. ഓക്കെ, ഇനി ഈ ഓപ്ഷൻ സിയും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത് എക്സ് ടി ആണ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം. അപ്പോൾ ഈ ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് പോയിരിക്കുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ ഹൊറിസോണ്ടലാണ്, അതായത് കൂടുന്നുമില്ല കുറയുന്നുമില്ല. ഈ വാല്യൂ 10 ആണെങ്കിൽ 10 തന്നെ നിൽക്കുന്നു, കൂടുന്നില്ല കുറയുന്നില്ല. ടൈം കൂടുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടും താഴോട്ടും പോകുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു ഒരൊറ്റ സ്ഥലത്ത് തന്നെ ഇരിക്കുന്ന ഒബ്ജക്റ്റാണ്. ഓക്കെ, അനങ്ങാതിരിക്കുന്ന ഒബ്ജക്റ്റാണ്. അപ്പോൾ അതെന്ത് ഒബ്ജക്റ്റാണ്? ബോഡി അറ്റ് റെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാച്ച് ചെയ്യാം? ഇത് ബോഡി അറ്റ് റെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഗ്രാഫുകളുടെ പേരുകൾ കൊടുക്കാനുള്ളത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. സം എക്സാമ്പിൾസ് ഓഫ് മോഷൻ ആർ ഗിവൺ ബിലോ. ഇനി നമുക്ക് താഴെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ചില മോഷൻസ്, ചില ടൈപ്പ് ഓഫ് മോഷൻസ് ആണ് തന്നിരിക്കുന്നത്. സ്റ്റേറ്റ് ഇൻ ഈച്ച് കേസ് ഇഫ് ദ മോഷൻ ഈസ് 1, 2 or 3 ഡയമെൻഷൻ. ഈ പറഞ്ഞിരിക്കുന്ന മോഷൻസ് 1 ഡയമെൻഷണൽ മോഷനാണോ, 2 ഡയമെൻഷണലാണോ, 3 ഡയമെൻഷനാണോ എന്ന് എഴുതണം. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന മോഷനെയാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എക്സും വൈയും ആക്സിസ് കാണും. 1 ഡയമെൻഷനിൽ എക്സ് ആക്സിസ് മാത്രമേ കാണൂ. 2 ഡയമെൻഷനാകുമ്പോൾ എക്സും വൈയും കാണും. അതായത് എക്സും വൈയും വരയ്ക്കാൻ പറ്റുന്നത് ഒരു പേപ്പറിലാണ്. അപ്പോൾ ഒരു പേപ്പറിൻ്റെ പുറത്തുകൂടെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്ലെയിനിൽ കൂടെ മൂവ് ചെയ്യുന്നു. മോഷൻ ഇൻ എ പ്ലെയിൻ, അതിനാണ് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കുന്നത്. ഒരു നമ്മുടെ ബുക്കിൻ്റെ ഒരു പേപ്പറിലൂടെ ഒരു ഉറുമ്പ് നടന്നു നീങ്ങുകയാണ്. അത് പല ഡയറക്ഷൻ മാറി നടക്കുന്നുണ്ട്, പക്ഷേ അത് ആ പേപ്പറിൻ്റെ പ്ലെയിനിൽ കൂടെയാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്, അല്ലെങ്കിൽ മോഷൻ ഇൻ 2 ഡയമെൻഷൻസ് ആണ്. ഇനി എന്താണ് 3 ഡയമെൻഷൻ? 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് വൈ ഇസഡ് 3 ആക്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് ഒരു പേപ്പറിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കൂടാതെ ഹൈറ്റും കൂടെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്കൊരു നിങ്ങളുടെ റൂമായിട്ട് എടുക്കാം. നിങ്ങളുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലോട്ട് നോക്കുക. ആ കോർണറിൽ ആ ഫ്ലോറുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്ലെയിൻ ഉണ്ട് അല്ലേ. നിങ്ങളുടെ തറ എന്ന് പറയുന്ന ഒരു പ്ലെയിനാണ്, ഒരു പ്രതലമാണ്. അപ്പോൾ ആ കോർണറിൽ ആ പ്ലെയിൻ ചെന്ന് തട്ടുന്ന താഴത്തെ 2 എഡ്ജുകൾ, അതിനെ നിങ്ങൾ എക്സും വൈയും ആക്സിസ് ആയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ കോർണറിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന, നിങ്ങളുടെ ഭിത്തിയിലൂടെ മുകളിലോട്ട് പോകുന്ന ആ ഒരു എഡ്ജിനെ ഇസഡ് ആക്സിസ് ആയിട്ട് എടുക്കുക. അപ്പോൾ എക്സ് വൈ ഇസഡ് 3 ആക്സിസ് ചേർന്നിട്ടാണ് നിങ്ങളുടെ ആ റൂം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ റൂമിൻ്റെ അകത്ത് നിങ്ങൾ എല്ലാ ഡയറക്ഷനിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു 3 ഡയമെൻഷണൽ മോഷൻ ആയിരിക്കും. നിങ്ങളുടെ റൂമിൻ്റെ അകത്ത് പറക്കുന്ന ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതുക്, ഓക്കെ, അതൊക്കെ ഒരു 3 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. എ കൈറ്റ് ഫ്ലൈയിങ് ഓൺ എ വിൻഡി ഡേ. ഒരു കാറ്റുള്ള ഒരു ദിവസം പറക്കുന്ന പട്ടം. പട്ടം എന്ന് പറഞ്ഞാൽ എയറിൽ പറക്കുന്ന സാധനമാണ്. എയറിൽ പറക്കുമ്പോൾ അവിടെ എയർ എന്ന് പറയുന്നത് സ്പേസ് ആണ്. സ്പേസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻ ആണ്. അപ്പോൾ ഇത് 3 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്, 3D ആണ്. ഓക്കെ, ഇനി അടുത്തത് എ സ്പീഡിങ് കാർ ഓൺ എ ലോങ് സ്ട്രെയിറ്റ് ഹൈവേ. ഒരു സ്ട്രെയിറ്റ് ഹൈവേ ആണ് അല്ലേ. സ്ട്രെയിറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത ഹൈവേ, അതായത് സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈനിൽ കൂടി സ്പീഡ് കൂടിയാലും ശരി കുറഞ്ഞാലും ശരി അത് പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണെങ്കിൽ നമുക്കതിന് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് എഴുതാം. മോഷൻ ഇൻ 1 ഡയമെൻഷൻ, അല്ലെങ്കിൽ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് എഴുതാം. ഇനി അടുത്ത 3ാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്? എ ക്യാരം കോയിൻ. ക്യാരം കോയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യാരം ബോർഡ് കളിക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് സ്ട്രൈക്കർ യൂസ് ചെയ്യുന്നു. സ്ട്രൈക്കർ വെച്ച് തട്ടി നമുക്ക് ഓരോ ക്യാരം കോയിനുകളെയും 4 കോർണറിലുള്ള പോക്കറ്റുകളിൽ ഇടാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു ക്യാരം കോയിൻ പോയിട്ട് എന്ത് ചെയ്യാണ്? റീബൗണ്ടിങ് ഫ്രം 1 സൈഡ് ഓഫ് ദ ബോർഡ്. അപ്പോൾ ആ ബോർഡിൻ്റെ ഒരു എഡ്ജ് തട്ടി റീബൗണ്ട്, ഓക്കെ, തട്ടി തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ഒരു മോഷൻ, അങ്ങോട്ട് പോകുന്നതും തട്ടി തിരിച്ചു വരുന്നത്, ആ മോഷൻ എത്ര ഡയമെൻഷൻ ഉണ്ട്? അത് ക്യാരം ബോർഡ് എന്ന് പറയുന്ന ആ ബോർഡ് ഒരു പ്ലെയിൻ ആണ്, ഓക്കെ, ഒരു സർഫസ് ആണ്. അപ്പോൾ അത് സർഫസ് ആണെങ്കിൽ അതിന് എക്സ് വൈ 2 ആക്സിസ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊരു 2 ഡയമെൻഷണൽ മോഷനാണ്, 2D മോഷനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ പ്ലാനറ്റ് റിവോൾവിങ് എറൗണ്ട് സൺ.
പ്ലാനറ്റ് റിവോൾവിങ് അറൗണ്ട് സൺ എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റാകുക, ഇത് സൂര്യനാണ്. ഓക്കെ, ഈ സൂര്യന് ചുറ്റാകുക ഒരു പ്ലാനറ്റ് ഇങ്ങനെ മൂവ് ചെയ്യണം. പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത് ഒരു എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൂവ് ചെയ്യുമ്പം ഇതാണ് പ്ലാനറ്റ് മൂവ് ചെയ്യുന്ന പാത്താണ് ഈ വരച്ചിരിക്കുന്ന എലിപ്സ്. കറക്റ്റ് സർക്കിൾ അല്ലത്, എലിപ്റ്റിക്കൽ പാത്താണ്, എലിപ്സാണ്. ഓക്കെ, എലിപ്സ് എന്താണെന്ന് നിങ്ങൾ മാത്സിൽ കോണിക് സെക്ഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഏത് ടൈപ്പ് മോഷൻ എക്സാമ്പിളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എലിപ്സ് വരയ്ക്കാൻ പറ്റുന്നത് എവിടെയാണ്? എലിപ്സ് നമുക്കൊരു പേപ്പറിലാണ് വരയ്ക്കാൻ പറ്റുന്നത്, അല്ലേ? ഒരു പേപ്പറിൽ ഒരു എലിപ്സിനെ പൂർണ്ണമായിട്ടും വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് 3 ഡയമെൻഷനിലാണെന്ന്. ഇത് നിൽക്കുന്ന സ്പേസിലാണെങ്കിലും ഇത് മൂവ് ചെയ്യുന്ന ഈ എലിപ്സ് എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? എ പ്ലാനറ്റ് റിവോൾവിങ് എറൗണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു 2D മോഷനാണ്, 2 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2 bodies സ്റ്റാർട്ട് മൂവിങ് ഇൻ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഫ്രം ദ ഒറിജിൻ. 2 ബോഡീസ് ഉണ്ട്, 2 ഒബ്ജക്റ്റുകളുണ്ട്. അതെന്ത് ചെയ്യാണ്? സ്റ്റാർട്ട്സ് മൂവിങ് ഇൻ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ അറ്റ് ദ സെയിം ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഫ്രം ദ ഒറിജിൻ. അപ്പോൾ ഒരേ പോയിന്റിൽ നിന്ന് 2 ഒബ്ജക്ട്സ് മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, 2 ഒബ്ജക്ട്സ് ഒരേ സ്ട്രെയിറ്റ് ലൈൻ ഒരേ ഡയറക്ഷൻ മൂവ് ചെയ്യാണ്. ദ ഫസ്റ്റ് ബോഡി മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. ഒന്നാമത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ്. ഓക്കെ, അതിൻ്റെ തുടക്കം തൊട്ടേ അതിൻ്റെ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണെങ്കിൽ ആ സെക്കൻഡ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. രണ്ടാമത്തെ ഒബ്ജക്റ്റ് റെസ്റ്റിൽ നിന്നാണ്, അതായത് 0, 1, 2, 3 അങ്ങനെ കൂടി വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്, അല്ലേ? വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ്, 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അതായത് ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് ഓരോ സെക്കൻഡിലും ഇതിൻ്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഇൻക്രീസ് ചെയ്യും. അതായത് തുടക്കത്തിൽ 0 ആയിരുന്നു, ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡ് ആവും. രണ്ടാമത്തെ സെക്കൻഡ് കഴിയുമ്പോൾ ഈ 4 + 4 8 ആവും. അടുത്ത സെക്കൻഡിൽ 8 + 4 12 ആവും. അങ്ങനെ സ്പീഡ് കൂടിയാണ് പോകുന്നത്. പക്ഷേ ഒന്നാമത്തെ ഒബ്ജക്റ്റ് എങ്ങനെയാണ്? തുടക്കം തൊട്ടേ 40 മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആദ്യമേ മുന്നിൽ കയറി പോകും. ഓക്കെ, കാരണം ഇനിഷ്യൽ വെലോസിറ്റി ഇതിനാണ് കൂടുതൽ, അല്ലെ? 40 മീറ്റർ പെർ സെക്കൻഡ് പോവുകയാണ്. പക്ഷേ രണ്ടാമത്തെ ഒബ്ജക്റ്റ് സ്ലോയിലാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. 0, 4, 8, 12 അങ്ങനെ കൂടി 40 എത്തുമ്പോൾ തന്നെ ഈ 40 മീറ്ററിൽ തുടക്കത്തിലേ പോയിക്കൊണ്ടിരുന്നത് വളരെ ദൂരെ പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഈ സാധനത്തിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 40 വെച്ച് തീരുന്നില്ല. അത് പിന്നെ 44 ആവും, 48 ആവും, 52 ആവും, 56 ആവും. അങ്ങനെ സ്പീഡ് കൂടി വരും. പക്ഷെ അപ്പോഴും ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റ് 40 തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റ് പക്ഷേ അപ്പോൾ സ്പീഡ് കൂടുന്നതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റ് പിന്നെ ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റിനോട് അടുത്തടുത്ത് വരും. ഓക്കെ, സ്പീഡ് കൂടി അടുത്തടുത്ത് വന്ന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് എത്തുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഒരേ പോയിന്റിലെത്തും. അതായത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? സ്പീഡ് കൂടും. പിന്നെ അത് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തേനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ബോഡി മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് സെക്കൻഡ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഈസ് യൂണിഫോം സ്പീഡ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ മോഷനെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പീഡിനെയാണ് നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇതിൽ ഏത് ഒബ്ജക്റ്റാണ് യൂണിഫോം സ്പീഡ് ഉള്ളത്? ഒന്നാമത്തെ ഒബ്ജക്റ്റ്. ഈ 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന ഈ ഒബ്ജക്റ്റിനാണ് യൂണിഫോം സ്പീഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ടൈം ദാറ്റ് എലാപ്സസ് ബിഫോർ ദ സെക്കൻഡ് ക്യാച്ചസ് ദ ഫസ്റ്റ് ബോഡി. ടൈം ദാറ്റ് എലാപ്സസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സമയം എത്രയാണ്? ബിഫോർ ദ സെക്കൻഡ് ക്യാച്ചസ് ദ ഫസ്റ്റ് ബോഡി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടാമത്തെ ബോഡി ഒന്നാമത്തെ ബോഡിയെ ക്യാച്ച് ചെയ്യും, മീറ്റ് ചെയ്യുന്ന സമയം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സമയം കഴിയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ വീണ്ടും മീറ്റ് ചെയ്യും? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരുമിച്ചാണ്, പക്ഷേ ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആദ്യമേ കയറി പോകും. പക്ഷേ രണ്ടാമത്തേത് പിന്നെ സ്ലോ ആണെങ്കിലും പിന്നെ സ്പീഡ് കൂടി വന്ന് ഒന്നാമത്തേനേക്കാളും ഫാസ്റ്റർ ആകുമ്പോഴത്തേക്ക് അതിനോട് അടുക്കും. അടുത്തടുത്ത് ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്ക് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
എന്താണ് യൂണിഫോം മോഷൻ എന്നാണ് ചോദിച്ചിരുന്നത് അല്ലേ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം മോഷൻ ഇഫ് ഇറ്റ് ട്രാവൽസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഒബ്ജക്റ്റ് പോകുന്നത് 40 മീറ്റർ/സെക്കൻഡ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണല്ലോ. അപ്പോൾ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് S1 എന്നെടുക്കാം. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ഇവിടെ ആക്സിലറേഷൻ ഒന്നും ഇല്ല, ഒന്നാമത്തെ ഒബ്ജക്റ്റിന് ആക്സിലറേഷനേ ഇല്ല. അപ്പോൾ V ഇൻറ്റു ടി എടുത്താൽ മതി. ഓക്കെ, V എത്രയാണ്? 40 ടി നമുക്ക് അറിഞ്ഞൂടാ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടി എന്നെടുത്ത് 40 ഇൻറ്റു ടി, അത് നമുക്ക് S1 എന്നെടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഡിസ്റ്റൻസ്, ഒന്നാമത്തെ ഒബ്ജക്റ്റ് ഇങ്ങനെ പോകുന്നു, അത് പോകുന്നത് 40 മീറ്റർ/സെക്കൻഡാണ്. 40 മീറ്റർ/സെക്കൻഡ് ഇൻറ്റു ടി ചെയ്യുമ്പോഴത്തേക്ക് അത് ആ മീറ്റ് ചെയ്യുന്ന അത്രയും സമയമാണ് നമ്മൾ ടി എന്നെടുത്തിരിക്കുന്നത്. അത് ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് കിട്ടും. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റ് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 4, 8, 12 അങ്ങനെ കൂടി പോയി ഒരു പ്രത്യേക സമയം എത്തുമ്പോഴാണ് ഇത് ട്രാവൽ ചെയ്തതിൻ്റെ അത്രയും ഡിസ്റ്റൻസിനെ കവർ ചെയ്ത് അതിനെ തമ്മിൽ മീറ്റ് ചെയ്യുന്ന. ഓക്കെ, അതിനും എടുക്കുന്ന സമയം ടി തന്നെ ആയിരിക്കുമല്ലോ, കാരണം ഇത് രണ്ടും ഒരേ സമയത്താണല്ലോ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെക്കൻഡ് ബോഡി ഇൻ എ ടൈം ടി, അതിനെ നമുക്ക് S2 എന്നെടുക്കാം. S2 ഈസ് ഈക്വൽ ടു എന്താണ്? ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് V ഇൻറ്റു ടി എന്നെടുക്കാൻ പറ്റില്ല, UT + ½ AT² എടുക്കണം. ഓക്കെ, U എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, കാരണം അതായത് ഇവിടെ ക്വസ്റ്റ്യനിൽ സെക്കൻഡ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ബോഡി റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഇനിഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കാം. ഇത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം എടുക്കണ്ട, ½ ഇൻറ്റു A ഇൻറ്റു ടി സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ½ ഇൻറ്റു ആക്സിലറേഷൻ്റെ വാല്യൂ 4 എന്ന് തന്നിട്ടുണ്ട്, 4 ഇൻറ്റു ടി സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹാഫും 4ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയും കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 2 ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്കത് എഴുതി വയ്ക്കാം. അപ്പോൾ S2 ഈസ് ഈക്വൽ ടു 2 ടി സ്ക്വയർ എന്ന് കിട്ടും. 2 ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും രണ്ടാമത്തെ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ S1 ഈസ് ഈക്വൽ ടു S2 എന്ന് കൊടുക്കാം. അത് അങ്ങനെ ഇക്വേറ്റ് ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. S1 ഈസ് ഈക്വൽ ടു S2 എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ വെൻ ദീസ് ടു ബോഡീസ് മീറ്റ്, അത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ S1 ഈസ് ഈക്വൽ ടു S2 ആവും. S1-ന് പകരം എന്ത് കൊടുക്കുക? 40 ഇൻറ്റു ടി കൊടുക്കുക, 40 ടി. S2-ന് പകരം എന്ത് കൊടുക്കുക? 2 ടി സ്ക്വയർ കൊടുക്കുക അല്ലേ. അതിവിടെ എഴുതിയിരിക്കുന്ന മിസ്റ്റേക്കാണ്. 2 ടി സ്ക്വയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടി സ്ക്വയർ, ഈ 2ഉം 40യും കൂടെ കട്ട് ചെയ്യുമ്പം ഇവിടെ 20 എന്ന് കിട്ടും അല്ലേ. ടി സ്ക്വയറിൽ ടി ഇൻറ്റു ടി ആണ്, ഇവിടെ ഒരു ടി ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ടിയും ഇവിടുത്തെ ഒരു ടിയും കൂടെ ക്യാൻസൽ ആകുമ്പം RHSൽ ടി എന്ന് മാത്രം വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ LHSൽ 20 ഉണ്ട്. 20 ഈസ് ഈക്വൽ ടു RHSൽ ടി എന്ന് മാത്രം വരും. 20 ഈസ് ഈക്വൽ ടു ടി എന്ന് കിട്ടും. അതായത് ടി ഈസ് ഈക്വൽ ടു 20. ടി ഈസ് ഈക്വൽ ടു 20 സെക്കൻഡ് ആയിരിക്കും. 20 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഇത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും ടൈമും സെയിം ആയിരിക്കും. ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് S1 ഈസ് ഈക്വൽ ടു S2 എന്ന് കൊടുക്കുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഒന്നാമത്തെ ബോഡിയുടെ മോഷൻ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് V ഇൻറ്റു ടി എന്ന് എടുക്കുക. രണ്ടാമത് ആക്സിലറേറ്റഡ് മോഷൻ ആയതുകൊണ്ട് UT + ½ AT² എടുക്കുക. ഇത് രണ്ടും ഇത്രയും കാര്യങ്ങൾ മറന്നുമില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. വാല്യൂസൊക്കെ മാറ്റിയൊക്കെ തന്നിരിക്കും, എന്നാലും നിങ്ങൾ ചെയ്യണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഷോൺ ബിലോ. താഴെ തന്നിരിക്കുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ആണ്. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? വെലോസിറ്റി അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു യൂണിഫോം മോഷനാണ് അല്ലേ. അതായത് വെലോസിറ്റി കൂടുന്നുമില്ല കുറയുന്നുമില്ല, ആക്സലറേഷൻ ഇല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ അല്ലേ, വെലോസിറ്റി കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതുകൊണ്ട് ആക്സലറേഷൻ 0 ആയിരിക്കും. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഫോർ ദ എബോവ് മോഷൻ ഷോൺ ഇൻ ദ ഗ്രാഫ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് വെലോസിറ്റി ആണ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് വെലോസിറ്റി കിട്ടാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? XT ഗ്രാഫിൻ്റെ അകത്ത് ഇത് T, ഇത് X. അപ്പോൾ വെലോസിറ്റി XT ഗ്രാഫിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കിട്ടുന്നത് അതിൻ്റെ സ്ലോപ്പ് എടുക്കുമ്പോഴാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ ഏത് പോയിൻ്റ് എടുത്താലും ഒരേ സ്ലോപ്പ് ആയിരിക്കണം,
അതായത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ സ്ലോപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം, എന്താ ഇങ്ങനെ ചരിച്ചൊരു ലൈൻ വരച്ചാൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഓക്കെ, ഇവിടെ ആൻസർ അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. 2 straight lines drawn in the same displacement time graph makes 30 degree and 60 degree with time axis respectively in the figure. അപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സെയിം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് മേക്ക് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. ഒരു ഗ്രാഫ് 30 ഡിഗ്രിയാണ്, രണ്ടാമത്തെ 60 ഡിഗ്രിയാണ്. ഓക്കെ, ടൈം ആക്സിസുമായിട്ടുള്ള. ഇനി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? വിച്ച് ലൈൻ റെപ്രസെൻറ്റ്സ് ഗ്രേറ്റർ വെലോസിറ്റി? ഇതിൽ ഏത് ലൈനാണ് കൂടിയ വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിലെ സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് വെലോസിറ്റിയാണ് അല്ലേ. അപ്പോൾ ഈ എയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കിട്ടും, ബിയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കിട്ടും. അപ്പോൾ വെലോസിറ്റി കൂടണമെങ്കിൽ സ്ലോപ്പ് കൂടണം. നമുക്കറിയാം ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ്റെ സ്ലോപ്പ് 0 ആയിരിക്കും. അത് ഇങ്ങനെ ഈ സൈഡ് ഇവിടെ പിവട്ട് ചെയ്തുകൊണ്ട് പിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഈ എൻഡ് നമ്മളിങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നതനുസരിച്ച് അതിൻ്റെ സ്ലോപ്പ് കൂടി വന്ന് കറക്റ്റ് വെർട്ടിക്കലാകുമ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഇൻഫിനിറ്റി ആവും, ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്ക് സ്ലോപ്പ് കുറവാണ്, ബിക്ക് സ്ലോപ്പ് കൂടുതലാണ്. അപ്പോൾ എക്കാണോ ബിക്കാണോ വെലോസിറ്റി കൂടുതൽ? ബിക്കാണ് വെലോസിറ്റി കൂടുതൽ അല്ലേ. ഈ ആംഗിൾ കൂടുന്നതനുസരിച്ച് സ്ലോപ്പ് കൂടുന്നു. അപ്പോൾ ബിക്കാണ് ഹയർ വെലോസിറ്റി. ഇപ്പോൾ വിച്ച് ലൈൻ റെപ്രസെൻറ്റ്സ് ഗ്രേറ്റർ വെലോസിറ്റി എന്ന് വെച്ചാൽ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ലൈൻ എ ടു വെലോസിറ്റി ഓഫ് ലൈൻ ബി? എയുടെ വെലോസിറ്റിയെ ബിയുടെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് അതിൻ്റെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ എയുടെ വെലോസിറ്റിയും കണ്ടുപിടിക്കണം, ബിയുടെ വെലോസിറ്റിയും കണ്ടുപിടിക്കണം, അതിൻ്റെ റേഷ്യോ എടുക്കണം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ, അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സ്ലോപ്പ് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ആംഗിളാണ് തന്നിരിക്കുന്നതെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടാൻ തീറ്റ എടുത്താൽ മതി. അപ്പോൾ എയുടെ വെലോസിറ്റി എന്തായിരിക്കും ഇക്വേഷൻ? ടാൻ 30 ഡിഗ്രി എടുക്കുക. ബിയുടെ വെലോസിറ്റി കിട്ടാനായിട്ട് ടാൻ 60 ഡിഗ്രി എടുക്കുക. റേഷ്യോ കിട്ടാനായിട്ട് അതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യുക, അതായത് ടാൻ 30 ഡിവൈഡഡ് ബൈ ടാൻ 60 ചെയ്യുക. അതിവിടെ ചെയ്തിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് തീറ്റ എ ഡിവൈഡഡ് ബൈ ടാൻ ഓഫ് തീറ്റ ബി. ഓക്കെ, അപ്പോൾ അതായത് ടാൻ 30 ഡിഗ്രി ഡിവൈഡഡ് ബൈ ടാൻ 60 ഡിഗ്രി. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കണമെന്നില്ല, കാരണം കാൽക്കുലേറ്ററിലുണ്ട്. അപ്പോൾ ടാൻ 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. ടാൻ 60യുടെ വാല്യൂ √3 ആണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1:3 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ടൈം ടി ഈസ് ഗിവൺ ബിലോ. ഈ പാർട്ടിക്കിൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അനങ്ങാതെ നിൽക്കുന്ന. ഓക്കെ, 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇവിടെ ആക്സിലറേഷൻ ആണ് തന്നിരിക്കുന്നത്, ഇവിടെ ടൈമാണ്. അപ്പോൾ ഈ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണല്ലേ, അത് ആക്സിലറേഷൻ കൂടുന്നില്ല കുറയുന്നില്ല, അതായത് യൂണിഫോം മോഷനാണ്, യൂണിഫോം ആക്സിലറേഷനാണ്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടി പോകുന്നു, പക്ഷേ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി കൂടി പോവുകയാണ്, അത് യൂണിഫോം ആയിട്ടാണ് കൂടി പോകുന്നത്. ഓക്കെ, ദിസ് ബോഡി ഈ ബോഡി ഈ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ, വേരിയബിൾ ആക്സിലറേഷൻ, കോൺസ്റ്റൻ്റ് വെലോസിറ്റി, റെസ്റ്റ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ ആണ് കോൺസ്റ്റൻറ്റ് അല്ലേ, അപ്പോൾ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ആണ് ആൻസർ. ഒന്നാമത്തെ ആൻസർ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്ലോട്ട് ദ കറസ്പോണ്ടിങ് വെലോസിറ്റി എഗെയിൻസ്റ്റ് ടൈം. അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? യൂണിഫോം ആയിട്ടാണ് കൂടി പോകുന്നത്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡ് കഴിയും തോറും ഇത്രയും വെലോസിറ്റി, ഈ ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയാണോ അത്രയും കൂടി പോകും. ഓക്കെ, അത് യൂണിഫോം ആയിട്ട് കൂടുന്നതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വിത്ത് എ സ്ലോപ്പ്. ഒരു സ്ലോപ്പോട് കൂടിയ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്കിത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ യൂണിഫോം ആക്സിലറേറ്റഡ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലോട്ട് ദ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് എഗെയിൻസ്റ്റ് ടൈം അല്ലേ. യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇത് നമ്മൾ മുമ്പുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇതാണ്ട് ഇവിടെ ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ ഇതെന്തിൻ്റെയാണ്? ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. എങ്ങനത്തെ? ആക്സിലറേറ്റഡ് മോഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മളത് പറഞ്ഞ കാര്യമാണ്, അത് പിന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ടൈം കഴിയുന്നതോറും സ്ലോപ്പ് കൂടി പോകുന്നൊരു ഗ്രാഫാണത്. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. എനിക്കറിയാം വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയി. ലെങ്ത് കൂടുതലോ കുറവുള്ളതോ എന്നല്ല, നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു എന്നുള്ളതിനാണ് കാര്യം. അപ്പോൾ നിങ്ങളിത് മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ട്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ഉപയോഗവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ കുറേ കോൺസെപ്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. കുറേ ക്വസ്റ്റ്യൻസ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു പോയി. ഓക്കെ, അപ്പോൾ അത്രയും കോൺസെപ്റ്റുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എഴുതാനുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.